ബംഗ്ലാദേശിൻ്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണിപ്പോൾ. കാരണം യൂനസിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര കലാപങ്ങൾ അവിടെ ഉടലെടുക്കുന്നുണ്ട്. സൈന്യം ഒരു തട്ടിൽ, യൂനസ് സർക്കാർ വേറൊരു തട്ടിൽ. അങ്ങനെയാണ് ബംഗ്ലാദേശിന്റെ അവസ്ഥ. ഹസീന തിരിച്ചു വരാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ ഉണ്ടാകുമോ? വീണ്ടും പ്രധാനമന്ത്രിയാകാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമോ? നിലവിൽ ഷേഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതല്ല പ്രധാനം. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് പൂർണ്ണമായിട്ടും തകരുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അതായത് ഒരു കാലത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തെ അടിസ്ഥാനമാക്കിയാണ്. വൻതോതിൽ വസ്ത്രങ്ങളൊക്കെ കയറ്റുമതി ചെയ്യും. അതായത് കുറഞ്ഞ നിരക്കിൽ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം കയറ്റുമതി ചെയ്യും. അതുകൊണ്ടാണ് ആ ടെക്സ്റ്റൈൽസ് വ്യവസായം പിടിച്ചു നിന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യവസായത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ആവശ്യത്തിന് ഇന്ധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഗ്യാസോ ഇലക്ട്രിസിറ്റിയോ ഒന്നും കിട്ടുന്നില്ല. വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടുകയാണ്. അതുപോലെ തന്നെ അവിടെ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ട് ഫാക്ടറികൾ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുമൂലം അവിടുത്തെ വ്യവസായികൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരു ടൈം ബോംബിന് മുകളിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ട അവസ്ഥയില്ല. കാരണം അവിടുത്തെ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലം അവിടെ ജീവിത ചെലവ് വളരെയധികം കൂടി. എന്ന് പറഞ്ഞാൽ ഫാക്ടറികളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നൂറുകണക്കിന് ജീവനക്കാരില്ലേ. ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും അധികം വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളൊന്നും ബംഗ്ലാദേശാണ്. അപ്പോൾ എത്രത്തോളം ഫാക്ടറികളുണ്ടാവും? നിരവധി ഫാക്ടറികൾ വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അവിടെ ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല ഇപ്പോഴെങ്കിലും അവിടുത്തെ തൊഴിലാളികൾ അവിടെ എത്തുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ മാസങ്ങളായിട്ട് അധികം ജോലി ചെയ്യാതെ ശമ്പളം കൊടുക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഷിഫ്റ്റ് വെച്ചിട്ടൊക്കെ ആയിരിക്കും കറണ്ട് വരിക. ഇത്ര നേരം വൈദ്യുതി ഉണ്ടാകും. ആ സമയത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം, ബാക്കിയുള്ളവർക്കും ശമ്പളം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങളുടെ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ നിലവിലെ താൽക്കാലിക ഭരണകൂടം മുഹമ്മദ് യൂനിസ് സർക്കാർ അടിയന്തരമായി ഇക്കാര്യങ്ങൾ ഇടപെടണം. ഇടപെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകൂ. ഇവിടെ മുഹമ്മദ് യൂനിസ് സർക്കാരിന് അതിലൊന്നും താല്പര്യമില്ല. കാരണം 2026 ജൂണിനുള്ളിൽ ഒരു ഇലക്ഷൻ നടത്താനുള്ള സ്ഥിതിയിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടുപോകുക, ഇതാണ് ഇയാളുടെ ഉദ്ദേശം. കാരണം അവിടുത്തെ സൈനിക മേധാവിയായ വാഖറുസ്സമാൻ പറഞ്ഞിരുന്നു, ഈ വർഷം അവസാനത്തോടെ എന്ന് പറഞ്ഞാൽ 2025 ഡിസംബറോടെ അവിടെ ഇലക്ഷൻ നടത്തണം. ഈ ഇലക്ഷനിൽ പങ്കെടുക്കാനായിട്ട് ഈ BNP എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ട്, ബീഗം ഖാലിദാസിയുടെ, അവരതിന് വില്ലിങ്ങാണ്. വിദ്യാർത്ഥികളുടെ, അതായത് പ്രക്ഷോഭം ഉണ്ടാക്കിയ വിദ്യാർത്ഥികളുടെ പാർട്ടി ഏതാണ്ട് തയ്യാറാണ്. പക്ഷേ ഈ അവാമി ലീഗ് എന്ന് പറയുന്ന ഷേഖ് ഹസീന അവരുടെ പാർട്ടിയെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷേഖ് ഹസീന ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ബംഗ്ലാദേശിലെ ഈ വ്യവസായികളടക്കം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു. കാരണം ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ വ്യവസായം കൂടി തകർന്നാൽ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക? ശരിക്കും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഈ ബംഗ്ലാദേശിന് ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ടത് ഇപ്പോൾ അവിടെ ആര് ഭരിക്കുന്നോ അവരാവില്ലേ? തീർച്ചയായിട്ടും യൂനസിനെ സംബന്ധിച്ചിടത്തോളം യൂനസ് അമേരിക്കൻ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. ജോ ബൈഡന്റെ കാലത്താണ് യൂനസ് അവിടെ അധികാരം പിടിക്കുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഷെയ്ഖ് ഹസീന വഴങ്ങാത്തത് കൊണ്ട് അവരെ ഒരു അട്ടിമറിയിലൂടെ അവരെ പുറത്താക്കുകയും പിന്നീട് അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ വളരെയധികം രീതിയിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ടെക്സ്റ്റൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായിരുന്ന ബംഗ്ലാദേശിനെ ഇപ്പോൾ മൊത്തത്തിൽ പട്ടിണിയിലേക്ക് കൊണ്ടുപോകുന്നത്, പട്ടിണി രാജ്യമാക്കി മാറ്റുന്നതിലേക്ക് കൊണ്ടുപോകുന്നത് യൂനസ് ആണ്. ഇത് മുൻകൂട്ടി സൈന്യം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സൈന്യത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. സൈന്യം പറയുന്നുണ്ട് ജനാധിപത്യപരമായ ഒരു സർക്കാർ വന്നാലേ ബംഗ്ലാദേശ് ഇനി രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഡിസംബർ 31-നകം ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം. ഞാൻ രാജിവെച്ച് പോകാം എന്നുള്ള ഭീഷണിയൊക്കെ ഇടയ്ക്ക് യൂനസ് മുഴക്കിയപ്പോഴും നിങ്ങൾ പൊക്കോളൂ, അതിവിടെ പ്രശ്നമുള്ള കാര്യമല്ല, ജനാധിപത്യപരമായ ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകണം എന്ന് കൃത്യമായ നിലപാട് സൈന്യം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പാകിസ്ഥാനിലൊക്കെ കാണുന്നത് പോലെ പ്രധാനമന്ത്രിമാരെ തടങ്കലിലാക്കി പിന്നെ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയാണ് പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ പലപ്പോഴും ചെയ്യുന്നത്. ഇമ്രാൻഖാനൊക്കെ ഇപ്പോഴും തടങ്കലിലാണ്, 14 വർഷം വരെയൊക്കെ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ യൂനസിനെ തടങ്കലിലാക്കിയിട്ട് അവിടുത്തെ പട്ടാള മേധാവിയായ വഖറുസ്സമാൻ അദ്ദേഹം ഭരണത്തിലേക്ക് വരുമോ ഡിസംബർ 31 വരെ? അത് കഴിഞ്ഞിട്ട് ജനാധിപത്യമായ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ വളരെ ആശ്ചര്യത്തോടെ ലോകം തന്നെ, മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്.
അങ്ങനെയാണ്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുക, കഴിഞ്ഞ ദിവസം ധാക്കയിൽ ഈ ടെക്സ്റ്റൈൽസ് ഉടമകളുടെ ഒരു യോഗം നടന്നു, അവരുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. അതിന് അവിടെ വെച്ച് ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽസ് മിൽസ് അസോസിയേഷൻ ഉണ്ട്, അവർ ഒരു വാർത്താ സമ്മേളനം സംഘടിപ്പിക്കുന്നു. അവരോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ചേംബർ ഓഫ് കൊമേഴ്സും കൂടി വരുന്നു. എന്നിട്ട് പറയുന്നു ബംഗ്ലാദേശിൽ ഇനി ഒരു വ്യവസായത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഊർജ്ജ പ്രതിസന്ധി അത്ര രൂക്ഷമാണ്. ഒന്നുകിൽ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കണം, അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഇത് രണ്ടുമില്ലാത്തത് കൊണ്ട് ബംഗ്ലാദേശിൽ എപ്പോൾ വേണമെങ്കിലും ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം. കാരണം ഇത്രയും നാൾ നഷ്ടം സഹിച്ച് ഇവിടുത്തെ വസ്ത്ര വ്യാപാരികൾ, ടെക്സ്റ്റൈൽ മേഖലയൊക്കെ അവിടുത്തെ തൊഴിലാളികൾ തീറ്റിപ്പോറ്റുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തില്ലെങ്കിൽ പോലും ശമ്പളം കൊടുക്കുന്ന സാഹചര്യം. ഇനി അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നുള്ള വസ്ത്ര വിപണിയുടെ കയറ്റുമതിക്ക് വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യ അവരുമായിട്ടൊന്ന് പിണങ്ങിയപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള കരാർ അങ്ങ് റദ്ദാക്കി. അതോടുകൂടി $720 മില്യൺ മറ്റോ നഷ്ടമാണ് ഒരു വർഷത്തിനുള്ളിൽ ഈ ബംഗ്ലാദേശിനുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും യൂനിസ് സർക്കാരിൻ്റെ ഇടപെടൽ ഇവിടെ ഉണ്ടാകണം. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1971 ഈ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭമൊക്കെ ഉണ്ടല്ലോ, അതിന് സമാനമായ ഒരു സ്ഥിതിയിലൂടെ ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു പോകുന്നു. അന്ന് ബുദ്ധിജീവികളെ തെരഞ്ഞുപിടിച്ചാണ് ആക്രമണത്തിന് ശ്രമിച്ചതെങ്കിൽ, അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെങ്കിൽ, ഇന്ന് വ്യവസായികളെ തിരിഞ്ഞുപിടിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വ്യാവസായിക ലോകം ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശിൻ്റെ നട്ടല് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒടിഞ്ഞ അവസ്ഥയിലാണ്. ഇവിടേക്കാണ് ഈ വാഖറുസ്സമാൻ എന്ന് പറയുന്ന സൈനിക മേധാവി രംഗത്തേക്ക് വരുന്നത്. അയാൾ പറയുന്നു ഇനിയും ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയാൽ അവർക്കെതിരെ നടപടിയെടുക്കും. അപ്പം ഈ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ ശ്രമം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ വീണ്ടും ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുക, ഒരു കലാപമൊക്കെ ഉണ്ടാക്കുക, അതിൽ മൊത്തം മുങ്ങി താപ്പി നടക്കുക. ആ സമയത്ത് ഈ സർക്കാരിനെ വീണ്ടും മുന്നോട്ട് പോയിട്ട് ബംഗ്ലാദേശിൻ്റെ ഭരണം തൻ്റെ കയ്യിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 2027 ജൂണിനുള്ളിൽ ഒരു ഇലക്ഷൻ നടത്താം. ഇത് വാഖറുസ്സമാനോട് പറയുന്നു. വാഖറുസ്സമാൻ കര, വ്യോമ, നാവികസേനാ മേധാവികളുടെയൊക്കെ സാന്നിധ്യത്തിൽ നടത്തിയ മീറ്റിങ്ങിൽ പറയുന്നു ഇനി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കലാപമോ വിദ്യാർത്ഥി പ്രക്ഷോഭമോ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കും. ഇതിന് പ്രോത്സാഹനം നൽകുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ആളുകളെ ജയിലിലടയ്ക്കും എന്ന് പറഞ്ഞാൽ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുഹമ്മദ് യൂനിസിനെ പിടിച്ച് ജയിലിലിടാം. മുഹമ്മദ് യൂനിസിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പോലുള്ള പിന്തുണ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം ഇയാളെ അവിടെ അവരോധിച്ച് തന്നെ ജോ ബൈഡൻ്റെ കാലത്തുള്ള ഭരണകൂടമായിരുന്നു. പക്ഷേ ഭരണകൂടം മാറി, ഇപ്പോൾ ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വന്നു. അപ്പോൾ ഇവർ സഹായിക്കുന്നില്ല. ചുരുക്കത്തിൽ എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധി നേരിടുന്ന ബംഗ്ലാദേശ് ജനങ്ങൾക്കിടയിലും ആഭ്യന്തര പ്രശ്നങ്ങളും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈന്യത്തെ ഉപയോഗിച്ച് അതിനെയൊക്കെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചാൽ ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ, അതുപോലെയുള്ള പാർട്ടികൾക്ക് അവിടെ ഉണ്ടായിരുന്ന മേധാവിത്വം നഷ്ടപ്പെടും. അപ്പോൾ അമേരിക്കയുടെ കയ്യിലെ പാവയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിന് ആ അവസരം നഷ്ടപ്പെടുന്നു. ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന അവിടേക്ക് വന്നിട്ട് ചില ഇടപെടലൊക്കെ നടത്താം. UN-ൻ്റെ സഹായത്തോടു കൂടി മ്യാൻമറിലേക്ക് ഒരു എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കാം, അതുവഴി മ്യാൻമറിലേക്ക് മാനുഷിക സഹായം എത്തിക്കാമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്തും സൈന്യം ഇടപെട്ട് പറഞ്ഞു ഇനി ബംഗ്ലാദേശിൽ ഒരു വിദേശ ഇൻവെസ്റ്റ്മെൻറ്റും നിക്ഷേപങ്ങളും പാടില്ല, പകരം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ ചെയ്താൽ മതി. ഇവിടെ ഒരു നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ അനന്തരഫലം ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ അതിനെ ചൂഷണം ചെയ്യും. മയക്കുമരുന്ന് കടത്തിന്, തീവ്രവാദത്തിന് വേണ്ടിയുള്ള ആയുധങ്ങൾ കടത്തിനൊക്കെ ഉപയോഗപ്പെടുത്തും. മ്യാൻമറിനും ഇതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകും. ആത്യന്തികമായി ഇത് ഭീഷണി ഉണ്ടാക്കുന്ന ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ ഷേഖ് ഹസീന ഇന്ത്യയിലിരുന്ന് ബംഗ്ലാദേശിലെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ട്. അതിനാലാണ് കഴിഞ്ഞ ദിവസം ഷേഖ് ഹസീന പറഞ്ഞത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കൻ ഭരണകൂടത്തിന് വിൽക്കുകയാണ് ഈ മുഹമ്മദ് യൂനിസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുഹമ്മദ് യൂനിസ് മറുപടി കൊടുക്കണം. അങ്ങനെ മറുപടി കൊടുത്തില്ലെങ്കിൽ നാളെ ഇന്ത്യൻ ഭരണകൂടമോ ഇന്ത്യൻ സൈന്യമോ ഷേഖ് ഹസീനയെ കൊണ്ട് ബംഗ്ലാദേശിൽ അവരോധിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ബംഗ്ലാദേശിൻ്റെ അവസ്ഥ വല്ലാതെ പരിതാപകരമായ രീതിയിലേക്കാണ് പോകുന്നത്. ഒന്നുകിൽ ഷേഖ് ഹസീന തിരിച്ചു വരണം, അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പിലൂടെ ഒരു നല്ല സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സ്ഥിതി മാറ്റാൻ അവിടുത്തെ പട്ടാളം ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പരിഹാരം.